ഉറക്കമില്ലാത്ത രാത്രികള്, കൂട്ട നിലവിളികള്, അറസ്റ്റിനെ ഭയന്നുകൊണ്ട് വീണ കഴിയുകയാണ്. ഭയപ്പാടിലാണ് പിണറായി. എന്തും സംഭവിക്കാം. ഈ ഹൈക്കോടതി ED അന്വേഷണം നടക്കട്ടെ എന്നാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തരവിട്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സമൻസും വന്നിരിക്കുകയാണ് ഹാജരാവാനായിട്ട്. ഇനിയും എന്തിന് വീണയെ പ്രതിരോധിക്കണം? അല്ലെങ്കിൽ അന്ന് ED അന്വേഷണം നടക്കുന്ന വേളയിൽ പുറത്ത് നടന്ന ആക്രമണത്തെ എതിർക്കേണ്ടതായിരുന്നില്ലേ എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ പ്രസക്തമാവുകയാണ്. വളരെ പ്രസക്തമാണ് സമൂഹത്തിൽ വരുന്ന ഓരോ ചോദ്യവും. ആരാണ് വീണ തായ്ക്കണ്ടി? പാർട്ടിയിൽ എന്താണ് അവർക്ക് സ്ഥാനം? ഒരു പാർട്ടി അംഗമാണ്. ഉത്തരം അല്ല. പിന്നെ എന്തിനാണ് പാർട്ടി അവരെ പ്രതിരോധിക്കാനായിട്ട് പോകുന്നത്? പോകേണ്ടതുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ കണ്ടത് ഈ ഉത്തരങ്ങളല്ല. അവരുടെ വീട് റെഡി ചെയ്യുന്ന സമയത്ത് അത് പിണറായിയുടെ കൂടി വീടാണ് എന്നുള്ളത് കൊണ്ട് പിണറായിയുടെ വീട് റെഡി ചെയ്തു എന്ന പേരിലാണ് വലിയ പ്രക്ഷോഭം ഉണ്ടാകും. അത് പാർട്ടിക്ക് ഗുണം ചെയ്തോ എന്ന് പിന്നീട് പാർട്ടി പരിശോധിച്ചപ്പോൾ ഗുണം ചെയ്തില്ല എന്നാണ് പാർട്ടി മനസ്സിലായത്. പാർട്ടി ഇപ്പം അങ്ങനെയാണ്. എല്ലാം തെറ്റിക്കഴിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചറിയുന്ന പാർട്ടി. തെറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് കരുതുന്ന പാർട്ടി. കുറെ കഴിയുമ്പോൾ അത് തെറ്റായിരുന്നു തിരിച്ചറിയുന്ന പാർട്ടി. പിന്നീട് അത് തിരുത്തുന്ന പാർട്ടി. ആ പാർട്ടിക്ക് ഈ സമൂഹത്തിനകത്ത് എത്രമാത്രം മുന്നോട്ട് പോകാനായിട്ടുള്ള ആർജവും ഉണ്ടാവും എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് എന്ന ഉത്തരമാണുള്ളത്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോറ്റു, പക്ഷേ CPM-നോടുള്ള വെറുപ്പ് മാറിയോ? ഇല്ല. അത് തുടരുകയാണ്. എന്തുകൊണ്ട്? തുടരുന്നതിനൊരു കാരണം ഇതാണ്. ഈ വിഷയത്തിലെടുത്ത നിലപാടാണ്. എന്തിലും ഇങ്ങനത്തെ നിലപാടുകളാണ് CPM എടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത് തോൽക്കുന്ന പാർട്ടിയായി മാറി. എല്ലാത്തിലും തോക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ CPM-ന് തിരിച്ചുവരവ് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് തിരിച്ചു വരുന്നത്? തിരിച്ചു വരുന്നതിന് എന്താണ് അത് ചെയ്യേണ്ടത്? തിരിച്ചു വരുന്നതിന് അതിൻ്റെ രാഷ്ട്രീയമാണ് പ്രയോഗിക്കുന്നത്. കേരളത്തിൽ ഇപ്പോഴും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് സ്പേസ് ഉണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെന്ന് വീണ്ടും പറയണേ. കാരണം ഇടതുപക്ഷ രാഷ്ട്രീയം എന്നത് മനുഷ്യനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം. സാധാരണക്കാരോടും ദരിദ്രരോടും കൂറു പുലർത്തുന്ന ഒരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിനാണ് പ്രസക്തിയുള്ളത്. എന്നുവെച്ചാൽ മനുഷ്യത്വമുള്ള ഒരു രാഷ്ട്രീയത്തിനാണ് പ്രസക്തിയുള്ളത്. CPM തുടരുന്ന പല പ്രവർത്തനങ്ങളും മനുഷ്യത്വരഹിതമാണ് എന്ന് ജനങ്ങൾക്ക് തോന്നുന്നു. അതുകൊണ്ട് ജനങ്ങൾക്ക് വെറുക്കുന്നു. അതിൻ്റെ മുഖമുദ്രയായി പിണറായി വിജയൻ മാറുന്നു. അതുകൊണ്ട് പിണറായി വിജയനെ അവർ വെറുക്കുന്നു. എന്തൊരു ജാടയാണ് ഈ നേതൃത്വത്തിനുള്ളത്! എന്ത് അഹങ്കാരമാണ്! എന്ത് ധാർഷ്ട്യമാണ്! ജനങ്ങളതെല്ലാം വെറുക്കുന്നു. അപ്പോൾ പാർട്ടിക്ക് തിരിച്ചു വരണമെങ്കിൽ എന്ത് വേണം? ഈ ഉടയാടകളെല്ലാം അഴിച്ചു മാറ്റണം. അത് BJP എതിർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കോൺഗ്രസിനെ എതിർത്തില്ലെങ്കിലും കുഴപ്പമില്ല, മുസ്ലിം ലീഗിനെ എതിർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അവരെന്ത് ചെയ്യണം? അവരുടെ ഐഡന്റിറ്റി പ്രകടമാക്കണം. ഇന്നലത്തെ പത്രത്തിൽ പരസ്യമുണ്ട്. നിങ്ങൾക്ക് പറയാം പാർട്ടിക്ക് എങ്ങനെയാണ് മാറാൻ കഴിയുക, എങ്ങനെയാണ് പാർട്ടിക്ക് തിരിച്ചു വരാനായിട്ട് കഴിയുക, എന്തെല്ലാം കാര്യങ്ങളാണ് പാർട്ടി തിരുത്തേണ്ടത്. അതിന് നമ്പർ വരെയും കൊടുത്തിട്ടുണ്ട് അല്ലേ? പക്ഷെ തിരുത്തേണ്ട കാര്യത്തിലേക്ക് നമുക്ക് വരാം. കാരണം തിരുത്താൻ ഒരു കാര്യം പറയാറുണ്ട്, ഇവരെ തോറ്റു എന്ന് സമ്മതിപ്പിക്കലാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിമുട്ട് എന്ന് ഇപ്പം ട്രോളായിട്ടൊക്കെ പലരും പറയുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. തോറ്റു എന്ന് അവരിപ്പോഴും സമ്മതിക്കുന്നില്ല. ഇപ്പൊ CPI വലിയ വിമർശനം നടത്തിയിരിക്കുന്നത് ED റെയ്ഡിനിടെ ഉണ്ടായ ആക്രമണത്തെ പാർട്ടി അപലപിക്കാതിരുന്നത് പിണറായിക്ക് മുന്നിൽ CPI നേതൃത്വം വണങ്ങിയത് കൊണ്ടാണെന്നാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന യോഗത്തിലെ അംഗങ്ങളൊക്കെ വിശദീകരിച്ചത്. യാഥാർത്ഥ്യമാണല്ലോ അത്. അല്ല, CPI എന്താണ് CPI എന്ന് CPI ആദ്യം തന്നെ നിർവചിക്കുന്നതാണ് അവർക്ക് നല്ലത്. അതാദ്യം അവർ ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് അവർ CPM-ന്റെ കാര്യത്തിൽ ഇടപെടട്ടെ. ഓരോരുത്തർക്ക് ഓരോ ജോലിയുണ്ട്. ആ ജോലി അവർ കൃത്യമായിട്ട് നിർവഹിച്ചാൽ അവർക്ക് നിലനിൽക്കാം. ഇല്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല. CPI എന്താണെന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കണം. CPM-ഉം അവരെന്താണ് എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അത് മാത്രം മാർഗമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവരെ എതിർക്കേണ്ടതില്ല. നിങ്ങൾ അവരെ എതിർക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ എന്താണ് എന്ന് ഒന്നുകൂടി
തിരിച്ചറിഞ്ഞ് ജനങ്ങളോട് പ്രഖ്യാപിക്കണം, ഞങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ എന്ന് പറയേണ്ടതുണ്ട്. അങ്ങനെ പറഞ്ഞ് ആ സത്യസന്ധമായിട്ടുള്ള പറച്ചിലുമായി മുന്നോട്ട് പോയാൽ ഇനിയും CPM-ലേക്ക് എന്ത് ചെയ്യും, നിലനിൽക്കാൻ കഴിയും. നമ്മളതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നണത്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് അല്ലേ? ആ ഹ്യൂമൻ റിസോഴ്സ് എത്രമാത്രമാണ് ഇപ്പോൾ CPM-നും CPI-ക്കും ഉള്ളത്? വളരെ പരിമിതമാണ്. നിങ്ങളൊരു പ്രദേശത്ത് ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ എത്ര CPM-കാരുണ്ടെന്ന് നോക്കുക, എത്ര CPI-കാരുണ്ടെന്ന് നോക്കുക, എത്ര CPI-കാരുണ്ടെന്ന് നോക്കുക. അപ്പോൾ മനസ്സിലാവും ഹ്യൂമൻ റിസോഴ്സ് വളരെ കുറവാണെന്നുള്ളത്. അണികൾ കുറെ പേരുണ്ടാകാം, വോട്ട് കുറവ് കിട്ടുന്നുണ്ടാകും, പക്ഷേ ഭേദപ്പെട്ട ലീഡേഴ്സ് എന്ന് പറയുന്നത് ഇല്ല ആ പാർട്ടികൾക്ക്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഉപജാപക സംഘത്തിന്റെ പിടിയിലാണ്. ഈ സംഘമാണ് ബിനോയ് വിശ്വസത്തെ നയിക്കുന്നത്. സെക്രട്ടേറിയറ്റ് അടിയന്തരമായി പിടിച്ചുവിടുകയോ അംഗങ്ങൾ സ്വയം പിരിഞ്ഞു പോവുകയോ വേണം. അത് പിരിഞ്ഞു പോകുന്നത് നല്ലതായിരിക്കും. കാരണം പുതിയ ഒരു ഫോർമേഷൻ നടക്കാൻ ഈ പഴയത് തന്നെ ഇരുന്നിട്ട് എങ്ങനെ നന്നാക്കാൻ പറ്റും? ഒന്നിക്കൽ CPI നന്നാക്കാൻ പറ്റണം. നമ്മള് ആ CPI-ക്ക് CPI നന്നാക്കാൻ പറ്റിയ പ്രശ്നം തീർന്നു. അതും പറ്റുന്നില്ല. അവർക്ക് അവരെ നന്നാക്കാൻ പറ്റുന്നില്ല, പിന്നെ മറ്റവരെ നന്നാക്കാൻ പറ്റുമോ? പറ്റില്ല. CPM-ന്റെ സ്ഥിതി എന്താണ്? CPM-ന് വേണ്ടി ഇപ്പോഴും ന്യായീകരണ തൊഴിലാളികൾ വരുന്നു. നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കുക, ആരാ വരുന്നത്? ഒന്ന് അനിൽകുമാർ, മറ്റൊന്ന് അരുൺകുമാർ. അങ്ങനെ ഇവരെങ്ങനെ ഇതിനെ ന്യായീകരിച്ച് നന്നാക്കാൻ പറ്റും? അവരൊന്നും മാറിക്കൊടുക്കണ്ടേ? ഞങ്ങൾ ന്യായീകരിച്ചിട്ട് നന്നായില്ല എനിക്ക് വേറെ ആരെങ്കിലും ഒന്ന് ന്യായീകരിക്കുമെന്ന് പറഞ്ഞ് അവരൊന്ന് മാറിക്കൊടുത്താൽ വലിയ ഗുണമായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവന്മാരൊക്കെ ഒന്ന് വീട്ടിൽ പോയി കുറേ ദിവസം ഇരിക്കട്ടെ, വെറുതെ പുതിയ ആളുകൾ ആരെങ്കിലും വേണ്ടി വരട്ടെ. പുതിയ ആളുകൾ ആരും ഇല്ലെങ്കിൽ ഇതൊക്കെ നിർത്തിപ്പോട്ടെ. അതൊരു പ്രശ്നമല്ലേ ശരിക്കും പറഞ്ഞു? ഇതിൽ ന്യായീകരിക്കാനായിട്ട് ഇത്രയും കാലം ന്യായീകരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പല വാദങ്ങളും ഉന്നയിച്ചുകൊണ്ടിരുന്ന നികേഷ് കുമാറിനെ കണ്ടില്ല എന്നുള്ളതാണ്. ED റെയ്ഡുമായി ബന്ധപ്പെട്ടിട്ട് മൗനമായിരുന്നു, ശബ്ദമായിരുന്നു. ഇപ്പൊ കുറെ ആയിട്ട് പുള്ളി വന്നില്ലല്ലേ? അത് കൊള്ളാം. കാരണം എന്തെല്ലാം ചീത്തയാണ് അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നത്. ഞാൻ പറയുന്നത് CPM-ന്റെ പോരായ്മ എന്ന് പറയുന്നത് അവരുടെ സർഗാത്മകതയുടെ പോരായ്മയാണ്. അതാണ് പ്രധാനപ്പെട്ടത്. അവർക്ക് നല്ല പ്രവർത്തകരില്ല, നല്ല നേതാക്കളില്ല, എല്ലാം ബിലോ ആവറേജാണ്. അവിടെയാണ് അവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബിലോ ആവറേജായ ഹ്യൂമൻ റിസോഴ്സ് വെച്ചുകൊണ്ട് നമുക്ക് രാഷ്ട്രീയത്തിൽ വിജയം നേടാൻ കഴിയില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. അത് ഓരോരോ പ്രദേശം എടുത്ത് നോക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുക. അവർക്കും അത് മനസ്സിലാക്കണമെങ്കിൽ അതാത് പ്രദേശം എടുക്കണം. ഓൾ കേരള എടുത്തിട്ട് കാര്യമില്ല. അതായത് CPM-ന്റെ നിലനിൽപ്പ് ഓരോ ഘട്ടം കഴിയും തോറും കൊഴിഞ്ഞില്ലാതാവുകയാണെന്ന് പരിപൂർണമായിട്ട്. അല്ല, നല്ല ഇതിൻ്റെ ഈ നേരത്തേക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ SFI രംഗത്ത് നിന്നൊക്കെ നിരവധി റിക്രൂട്ട്മെൻറ്റുകളുണ്ട്. DYFI രംഗത്ത് നിന്നും മഹിളാ അസോസിയേഷനകത്ത്. അപ്പം അങ്ങനെ റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയാണത് പരാജയപ്പെട്ട് കിടക്കുന്നത് സത്യത്തിൽ. അതവർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവർക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷേ ഈ കോളേജിൽ ഇപ്പോഴും SFI ഒക്കെയാണ് ആധിപത്യം. അല്ല, SFIയുടെ ആധിപത്യമല്ല പ്രശ്നം. SFIയുടെ ആധിപത്യം SFI എന്താണ് എന്ന് തീരുമാനിക്കും ഒരാൾ SFI ചേരുന്നത്. അതെ, ആ കാര്യം കൃത്യമായിട്ട് നിർവഹിക്കപ്പെട്ടാൽ DYFI എന്തുകൊണ്ടാണ് DYFI ഇത്ര കാലം സ്ലീപ്പിംഗ് പിൽസ് കഴിച്ച് കിടന്നിരുന്നത്? ഉറങ്ങിക്കിടക്കായിരുന്നു. അതൊന്ന് അന്വേഷിക്കണ്ടേ? അത്തരം കാര്യങ്ങൾ അന്വേഷിച്ച് അതിൽ റീകൺസ്ട്രക്ഷൻ നടത്തിയാൽ മാത്രമാണ് ഈ പാർട്ടിക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തിരിച്ചു വരാൻ പറ്റില്ല. പാർട്ടി എന്ന നിലക്ക് തെരഞ്ഞെടുപ്പിലൊക്കെ ചിലപ്പോൾ ജയിച്ചെന്നിരിക്കും. അതല്ലല്ലോ പാർട്ടി എന്ന് പറഞ്ഞു. പാർട്ടി വേറൊരു സാധനം. അത് ശരിയാക്കട്ടെ അവരാദ്യം.